ഹായ് ദോസ്തോ, നിങ്ങളെല്ലാവരും HSC ഹിന്ദിയുടെ എക്സാം ഡേറ്റ് വന്ന് അറിഞ്ഞില്ലേ? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണ്ടേ? ഇനിയും നമുക്ക് ദിവസങ്ങൾ അതിക്രമിച്ചിട്ടില്ല. ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി നേടിയെടുക്കാൻ സാധിക്കും. അറിയാലോ, ഈ വരുന്ന വർഷങ്ങൾ 26 മുതൽ നിരവധി വേക്കൻസികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം അതിനുള്ള ചാൻസാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഒട്ടും ടെൻഷൻ അടിക്കാതെ ലക്ഷ്യം നേടുക, ഹിന്ദി അധ്യാപകനായി തീരുക, ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായി തീരുക എന്നുള്ള ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുമായി നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഈ CC ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി പഠിക്കും. കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് പേർക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പാടില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിക്കാം. നമ്മൾ ഹിന്ദി പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു. HSCയുടെ ആഗസ്റ്റ് 7 ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം, അതായത് ഒരു 60 ദിവസം നിങ്ങൾ മെനക്കെടാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും, അതായത് പഠിച്ചു കഴിഞ്ഞവർക്കും ഇനി പഠിക്കാനിരിക്കുന്നവർക്കും, അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളോടൊപ്പം ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ എത്രയും വേഗം ഈ കോഴ്സിൽ ചേർന്ന് ഇനിയുള്ള സമയം മൊത്തം, അതായത് ഈ 60 ദിവസം ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ പരിശ്രമിച്ചാൽ എത്താത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹിന്ദിയെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് 7 നമ്മുടെ ഹിന്ദി എക്സാം നടക്കാൻ പോകുന്നത്. HSC ഹിന്ദി എക്സാം ഓഗസ്റ്റ് 7 ആ ഡേറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പം ഇനി നമ്മുടെ മുന്നിലുള്ളത് എങ്ങനെ പഠിക്കണം. ഇപ്പോൾ പലരുടെയും വിചാരം ഒന്ന് തരിച്ച് പഠിച്ചാൽ മതി, വേറെ ആരുടെയും സഹായമൊന്നുമില്ല, ഒറ്റയ്ക്ക് പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ എല്ലാവരും എല്ലാത്തിനും ഗംഭീര മത്സരമാണ്. അപ്പോൾ നിങ്ങൾ CC പോലുള്ള സ്ഥാപനങ്ങളെന്നല്ല, CCയിൽ തന്നെ ചേരുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും, അതായത് അത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി 60 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. തനിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതേ പഠിക്കുകയുള്ളൂ. നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, പലതും നഷ്ടപ്പെട്ടു പോകാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ടാകും. ഇത് എന്ന് പറഞ്ഞാൽ വിദഗ്ധരായ കുറേ അധ്യാപകരുടെ സഹായം നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും എല്ലാത്തിലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഈ 60 ദിവസം എങ്ങനെ നമുക്കിത് പഠിച്ചു തീർക്കാം. അതിന് 60 ദിവസമല്ല, ലാസ്റ്റ് ഒരു കുറച്ച് ദിവസം, ഒരു 10 ദിവസം 10-15 ദിവസം നമുക്ക് റിവിഷൻ, പ്രാക്ടീസ് ആൻഡ് റിവിഷൻ അതിനു വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ടൈം ടേബിൾ, നമ്മുടെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന് ഒരു നിശ്ചിത ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു ദിവസം കൊണ്ട് എത്രത്തോളം പഠിക്കാം, അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് പഠിക്കുന്നത് ലാസ്റ്റ് റിവൈസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ വരും. അങ്ങനെ നിങ്ങൾ തനിച്ച് പഠിച്ചാൽ വിട്ടുപോയാക്കാവുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരാനായിട്ട് സാധിക്കും. അതിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കുക. വലിയ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ആധുനിക കാലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, 1850 മുതൽ തുടങ്ങുകയാണ്. ഭാരതേന്ദു യുഗം മുതൽ തുടങ്ങുകയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് പല പല ശാഖകളായിട്ട് ഹിന്ദി തിരിയുകയാണ്. വലിയൊരു ആൽവൃക്ഷം പോലെ, അതിൻ്റെ ശിഖരങ്ങൾ പോലെ ഹിന്ദിക്ക് പല പല രൂപങ്ങൾ. ഗദ്യം, പദ്യത്തിൽ നിന്ന് ഗദ്യത്തിലേക്ക് വന്നു, അതിൽ നിന്ന് നോവലിലേക്ക് വന്നു, കഥകളിലേക്ക് വന്നു, പിന്നെ നാടകത്തിലേക്ക് വന്നു, അങ്ങനെ പല പല രൂപങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നിരവധി ചോദ്യങ്ങൾ അതിൽ വരാം. സാധാരണ നിങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ കിട്ടുക, അത് വെച്ച് ഈ പരീക്ഷ തീരുവോളം കാത്തിരിക്കും. അങ്ങനെയല്ല, എല്ലാ ഭാഗവും നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോകണം, അത് റിവൈസ് ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഈ കോഴ്സിൽ CC നടത്തിക്കൊണ്ടിരിക്കുന്ന 60 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പരിചയക്കാരെയും അതിൽ ഉൾപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ആഗസ്റ്റ് 7 എക്സാമിന് നിങ്ങൾക്ക് സബ്ജക്ട് പേപ്പർ മാത്രമല്ല, ജനറൽ പേപ്പറും ഉണ്ട്. ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിനും മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരികയുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ജനറൽ പേപ്പറും പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ക്രാഷ് കോഴ്സിലോട് നടത്തുന്നതിൽ ഏകദേശം ഒരാഴ്ച 8 മണിക്കൂറോളം നിങ്ങൾക്ക് ഈ പേപ്പറുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ജനറൽ പേപ്പറിന് നമ്മൾ കൊടുക്കണം. സബ്ജക്റ്റ് തന്നെ ഞങ്ങൾ പല മൊഡ്യൂളുകളായിട്ട് തിരിച്ച് ഓരോ മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിൽ വരുന്ന മാക്സിമം ചോദ്യങ്ങൾ
നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഒരു മൊഡ്യൂൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ പാടാണ്. ഗ്രാമർ ആയിരുന്നാലും ആധുനിക ഛായാവാദ് ഇതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ റെഗുലർ സ്റ്റഡിയാണ് ആവശ്യം. അതായത് ഒരു നിമിഷം പോലും നമുക്കിനി കളയാനില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട്, ഒന്നാമത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, എല്ലാ ആൻസറും നമുക്ക് കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും. അപ്പോൾ ശരിക്കും തറവായിട്ടുള്ള ഒരു അറിവുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഓപ്ഷനായിട്ട് ആൻസർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ പറ്റിക്കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ടുള്ള ഒരു പഠിത്തം ഇനി തുടങ്ങുക. ഇനി ദിവസമില്ല, ഈ 60 ദിവസം നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക, ടെസ്റ്റ് പേപ്പറുകൾ എഴുതുക, സ്വയം എഴുതുക, അല്ലാതുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതിലൂടെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇപ്പോൾ ഞങ്ങളോട് എല്ലാ വിദ്യാർത്ഥികളും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂർ പഠിച്ചാൽ HSA നേടിയെടുക്കാൻ സാധിക്കും? ഇതാണ് എല്ലാവരുടെയും സംശയം. അതിന് നിങ്ങളാണ് ആദ്യം ഒരു തീരുമാനമെടുക്കേണ്ടത്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും ലക്ഷ്യം നേടാനായിട്ട് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. ചുമ്മാ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം 4 മണിക്കൂർ നിങ്ങൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ ഈസിയായി വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കാണാൻ വേണ്ടി CCയിൽ ഈ ഞങ്ങൾ ക്രാഷ് കോഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. നമ്മൾ ആഴ്ചയിൽ 8 മണിക്കൂറാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് 4 മണിക്കൂർ സബ്ജക്റ്റ്, 3 മണിക്കൂർ ജനറൽ പേപ്പർ, ഒരു മെന്റർഷിപ്പ്, പിന്നെ റെഗുലർ ടെസ്റ്റ് പേപ്പേഴ്സ്. ഇത് കൂടാതെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ക്ലാസ്സുകളിൽ ചോദിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടും ഇങ്ങനെയുള്ളതെല്ലാം തരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ റെഗുലർ ടെസ്റ്റ് പേപ്പർ, റെഗുലർ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുക, റെഗുലർ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ കഴിയുന്നതും കേട്ട് അതിനൊപ്പം ആൻസർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ യാതൊരു പ്രയാസവുമില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ 60 ദിവസത്തേക്ക് ക്രാഷ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ 60 ദിവസം ഞങ്ങളും നിങ്ങളോടൊപ്പം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുക. നമുക്കിനി 60 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇത് ഒരു ഗംഭീര പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ എങ്ങനെ പോരാടുന്നു അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2-ാം തീയതിയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ പോരാട്ട ക്ലാസ്സിൽ നേരിട്ട് കാണാം. ജൂൺ 2-ാം തീയതി ഒറ്റ ഫാമിലി ആയിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം. താങ്ക് യു.